റോയ്ചായ, കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം തെരുവ് യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കളുടെ ഫ്ലെക്സ് കീറുക, KPCC പ്രസിഡന്റിനെ കൂവി ഒട്ടിക്കുക. ഇതൊരു ഒരു മികച്ച വിജയം നേടിയതിന്റെ എല്ലാ ശോഭയും കെടുത്തുന്നതല്ലേ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കം? ഈ നമ്മൾ കണ്ടില്ലേ, ഈ തെരുവിൽ കിടന്ന് അടികൂടുന്ന ഈ ഗുണ്ടാ സംഘങ്ങളെ പോലെ, അല്ലെങ്കിൽ ഈ നാടോടികളെ പോലെ ഈ കോൺഗ്രസ്സുകാര് ഇവർക്ക് കിട്ടിയ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അച്ചടക്കവും ഇല്ലാത്ത, ഒരു സാമാന്യ മര്യാദയില്ലാത്ത, ജനാധിപത്യ ബോധമില്ലാത്ത തരത്തിലാണ് ഈ കോൺഗ്രസ് നേതാക്കളും അവരുടെ അണികളും പെരുമാറുന്നത്. ഇന്നലെ വരെ നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനങ്ങൾക്ക് വലിയ പ്രത്യാശയും പ്രതീക്ഷയും കൊടുത്തതിന് ശേഷമാണ് ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങളെ ഇപ്പം തന്നെ ഒരു കാര്യം മനസ്സിലായി, നിങ്ങളെ ഒരു കാരണവശാലും അധികാരത്തിൻ്റെ പടിവാതുക്കൾ കാണിക്കരുതെന്ന് സാധാരണക്കാർ മനസ്സുകൊണ്ട് പ്രാകുകയും നിങ്ങളെ ഇനി ഒരവസരം കിട്ടിയാൽ നിങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വിധി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ മഹത്വം കൊണ്ടോ UDFന്റെ കെട്ടുറപ്പ് കണ്ടുകൊണ്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്ത്. കാരണം ഇവിടെ 10 വർഷം ഇരുന്ന് ഭരിച്ചു മുടിച്ച് ജനങ്ങളെ മുഴുവൻ അപകടത്തിലാക്കിയിട്ട് പോയൊരു സർക്കാരിനോടുള്ള പകയും വിദ്വേഷവുമാണ് അവര് തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ കാണിച്ചത്. എന്നിട്ടാണ് അവരോട് ഇത്തരത്തിൽ അവരെ വീണ്ടും ശിക്ഷിക്കാനും അവരെ വീണ്ടും കളിയാക്കാനും വേണ്ടി ഈ കോൺഗ്രസ്സുകാർ ഈ നാടകം നടത്തുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 6-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 6 ദിവസം കൊണ്ട് ഇവർക്ക് 6 ദിവസം കൊണ്ട് ജനങ്ങൾ ഇവർക്ക് കൊടുത്ത മാൻഡേറ്റ് മുഴുവൻ ഇപ്പോൾ ഒരു അവസരം കിട്ടിയ തിരിച്ചെടുക്കുന്നത്. അതായത് വട്ടപൂജ്യത്തിലേക്ക് CPM-ന് 35 സീറ്റെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ, കേരളത്തിലെ ജനങ്ങൾ, ഈ 1 കോടി വോട്ട് കൊടുത്തവര് ഇന്ന് കോൺഗ്രസിനെ 0-ൽ എത്തിക്കുന്ന നിലയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം കൊണ്ട് ഈ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ 63 പേര് ജയിച്ച ഒരു പാർട്ടി, ഒരു നേതാവിനെ, ഈ 63 പേരിൽ നിന്നൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആർക്കും, ഈ 63 പേരിൽ ആർക്കും ആവാം. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്തു നിന്ന് പിൻവാതിലിലൂടെ ഒരാൾ കയറാൻ ശ്രമിക്കുകയാണ്. എന്തായിരുന്നു ഈ പാർട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറഞ്ഞ് MP-മാരും MP-മാരെ മത്സരിക്കാൻ വേണ്ടി ഉടുപ്പ് തയ്പ്പിച്ചു വന്ന K. സുധാകരൻ, അടൂർ പ്രകാശ്, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഇങ്ങനെ പലരും മോഹമായിട്ട് വന്നവരാണ്. അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നത് ആരും MP-മാരും മത്സരിക്കണ്ട, ശരി, ആ പാവത്തങ്ങൾ മാറി നിന്നു. സുധാകരൻ മാത്രമാണ് 3-4 ദിവസം അവിടെ കെട്ടി കിടന്നത്. എന്നിട്ട് ആ തീരുമാനം എടുക്കാൻ മുൻകൈ എടുത്തു നിന്ന ആളാണ് KC വേണുഗോപാൽ. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ 2ാമത്തെ വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം കൂടി എടുത്തൊരു തീരുമാനം എടുത്തതിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നു. റിസൾട്ടിനകത്ത് അഭൂതപൂർവമായ വിജയം കിട്ടുന്നു. അപ്പോൾ കൊണ്ട് വണ്ടി കയറി വന്ന് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട് വരുന്നു. അത് ശരിയാണോ ഇല്ലയോ എന്നാണ് തീരുമാനിക്കുന്നത്. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ 5 വർഷം നിങ്ങൾ ഒരാളെ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് ഒരാളെ ഏൽപ്പിച്ചു, അത് പരാജയപ്പെട്ടു പോയി. പിന്നീട് 21-ൽ നിങ്ങൾ ഒരാളെ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. അയാളോട് പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ അധികാരത്തിൽ പുറത്തു നിൽക്കുന്ന പാർട്ടിയെ 10 കൊല്ലം കൊണ്ട് ആ പുറത്തു നിൽക്കുന്ന പാർട്ടിയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്ന വലിയൊരു ചുമതലയും ദൗത്യവുമാണ് ഏൽപ്പിച്ചത്. VD സതീശൻ പറഞ്ഞത് എന്നെ ഈ ചുമതല ഏൽപ്പിച്ച സോണിയാഗാന്ധിയാണ്. എന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് പാർട്ടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ ആ പണി കൃത്യമായി ചെയ്തു. അപ്പോൾ കേരളത്തിൽ 5 വർഷം VD സതീശനും അദ്ദേഹത്തിന്റെ ടീം UDF എന്ന് പറയുന്നവരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും നിയമസഭയിലും പുറത്തും ജനങ്ങളുടെ ഇടയിൽ ആവേശം ഉണ്ടാക്കുന്ന രീതിയിലും അവരുടെ വിശ്വാസം നേടുന്ന തരത്തിലേക്കും പെരുമാറിയതിന്റെ റിസൾട്ടാണ്. അതുകൊണ്ടാണ് VD സതീശനെ കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ട് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ജനം തെരുവിലിറങ്ങി VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പറയുന്ന ന്യായവാദങ്ങൾക്ക് എന്താണ് അടിസ്ഥാനം? ഒരു അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. അതാണ് സാധാരണക്കാരെ വെറുപ്പിക്കുന്ന ഒരു തരത്തിലെ കാര്യങ്ങൾ. ജനങ്ങൾ വോട്ട് ചെയ്ത് കോൺഗ്രസിന് വോട്ട് ചെയ്തതിനോടൊപ്പം തന്നെ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയായി വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അതാണ് ഘടകകക്ഷികളിലൂടെ പറയുന്നത്. അതാണ് ജനങ്ങൾ തെരുവിലിറങ്ങി പറഞ്ഞത്. ജനങ്ങൾ തെരുവിലിറങ്ങിയത് നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ജനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവകാശമൊന്നുമില്ലതാണ്. പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതിനാണല്ലോ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും വലിയ വിവാദമാക്കി. അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അപ്പൊ ജനങ്ങൾ നിങ്ങളെ വീട്ടിലിരുത്തും. ജനങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. പിന്നെ ഈ തെരുവിലിറങ്ങിയെന്ന
ജനവികാരം പ്രകടിപ്പിച്ച് തെരുവിൽ ഇറങ്ങിയത് ആരാണ്? അതിന്റെ ആദ്യ ബഹിസ്ഫോടനങ്ങൾ ഉണ്ടായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക എന്ന് പറയുന്ന പരിപാടി കൊണ്ടുവന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഗാന്ധിജിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. തെരുവിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തെരുവുകൾ തോറും ഗ്രാമങ്ങൾ തോറും നടന്ന് ജനങ്ങളെ സംഘടിപ്പിച്ച് തെരുവിലിറക്കിയത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് പറയുന്നത് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ജനവികാരത്തെ നിങ്ങൾ അടിച്ചമർത്താൻ നോക്കുകയാണ്. അത് തന്നെയാണല്ലോ ഏകാധിപതികൾ ചെയ്യുന്നത്. അത് തന്നെയാണല്ലോ മോദിയെ പോലുള്ളവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് KPCC പ്രസിഡന്റ് ചെന്നിറങ്ങിയപ്പോൾ ആളുകൾ കൂവി ഓടിച്ചത്. അത് നിങ്ങൾ ജനവികാരത്തിന് എതിരായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ജനങ്ങൾ കൂവി ഓടിക്കും, നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും. ഈ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ലോകത്തുള്ള ഏകാധിപതികളെല്ലാം ജനങ്ങളാണ് കസേരയോട് എടുത്ത് കടലിൽ എറിഞ്ഞത്. സ്റ്റാലിൻ ഇല്ലേ, ഇവിടെ ഇറാഖിലെ ഏകാധിപതിയായിരുന്ന സദ്ദാം, അങ്ങനെ എത്ര ഏകാധിപതികളാണ് ജനങ്ങളെടുത്ത് കടലിലെറിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയത്? എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഇതേപോലുള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇന്ന് BJP ഇവിടെ ഭരിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായി. നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കുഴിവെട്ടുന്നത്, നിങ്ങൾ തന്നെ എന്നിട്ട് ശവപ്പെട്ടി കയറി കിടക്കുന്നത്. അപ്പൊ ആ ഒരവസ്ഥ മാറണം എന്ന് സ്വയം ബോധ്യം ഉണ്ടാവണം. കോൺഗ്രസിന്റെ നേതൃത്വമാണ്, രാഹുൽ ഗാന്ധിയാണ് ഈ പാർട്ടിയെ നയിക്കുന്നു എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. രാഹുൽ ഗാന്ധി അങ്ങനെ ജനാധിപത്യ ബോധമുള്ള ഒരാളാണ് എന്ന നിലയിൽ അദ്ദേഹമാണ് ഈ തീരുമാനം എടുക്കേണ്ടത്. ഇത് കാരണം ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യമാണ്. അതായത് ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചു വന്നു ഒരു വ്യക്തിക്ക് സ്വീകാര്യത കിട്ടിയ ഒരു കാര്യമാണ്. ഈ കേരളത്തിൽ കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയൊക്കെ ഉണ്ട്. പക്ഷെ ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയിരിക്കുന്ന VD സതീശനാണ്. കാരണം VD സതീശന്റെ വാക്കുകളെയാണ് ജനങ്ങൾ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് VD സതീശന്റെ നിലപാടുണ്ടെന്ന്. VD സതീശനാണ് വർഗീയ ശക്തികൾക്കെതിരായിട്ട് അതിശക്തമായ രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. ഇവരാരും ആ സമയത്ത് മിണ്ടാതിരിക്കരുത്. ഇവർ മത സാമുദായിക സംഘടന മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയും തമ്പ്ര എന്ന് പറയുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പോലെ വർഗീയ വിഷം ചീറ്റുന്ന ഒരാളോട് അത് പാടില്ല എന്നും ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും വളരെ സുവ്യക്തമായ മലയാള ഭാഷയിൽ പറഞ്ഞ ആളാണ് VD സതീശൻ. അങ്ങനെ VD സതീശന് കിട്ടിയ ഒരു ക്രെഡിബിലിറ്റിയാണ്. അതാണ് ഇന്നലെ ഈ ജെൻസി പിള്ളേർ കേരള ഹൗസിന്റെ മുമ്പിൽ നിന്ന് പോയി നിലപാടുള്ള മനുഷ്യനോടുകൂടിയാണ് ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു എന്ന് പറയാൻ കാരണം അതാണ്. അത് കേരളത്തിലെ ചെറുപ്പക്കാർ പറയുന്നു, കേരളത്തിലെ സാധാരണക്കാർ പറയുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ റോഡിൽ ഇറങ്ങുന്നവരെ നോക്കിയാൽ മതി, അവരാരും ബെൻസുകാരിൽ വന്നവരല്ല, അവരെല്ലാം നടന്നു വന്നവരും വെയിൽ കൊണ്ടുവരിക. 38 ഡിഗ്രി ചൂടുള്ള സമയത്താണ് ഇവർ പോയി വോട്ട് ചെയ്തത്. അവർക്ക് എല്ലാ അവകാശവും ഉണ്ട് ചോദിക്കാൻ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭരണാധികാരിയെ ഞങ്ങൾക്ക് തരാൻ ഈ പാർട്ടിയോട് അവകാശപ്പെടാനുള്ള അവർക്ക് എല്ലാ അവകാശവും ഉണ്ട്. നിങ്ങൾക്ക് അത് നിഷേധിക്കാനുള്ള അവകാശമൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാർ ഇപ്പം പറയുന്ന അച്ചടക്കം പാലിക്കുന്നത്, തെരുവിലിറങ്ങുന്നത്, അങ്ങനെ അതിന് മാതൃക കാണിക്കേണ്ട ആരാണ്? ഇന്ന് കേരളത്തിൽ പൊതുവിൽ തെരുവിലിറങ്ങി പ്രസ്താവന നടത്തിയ ഒരാളാണ് PJ കുര്യൻ. 40 വർഷത്തോളം പാർലമെന്റിൽ ഇരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹവും പറയുകയാണ് ഈ നിലവിലുള്ള ഈ അവസ്ഥയ്ക്ക്, കാരണം ഇതിനെ തീ കൊളുത്തുന്ന രീതിയിലാണ് ഇവരെല്ലാം പെരുമാറുന്നത്. എന്തുകൊണ്ടാണ് അച്ചടക്കം പാലിക്കാത്തത്? നീതി നടപ്പാക്കാത്തത് കൊണ്ടാണ് ജനങ്ങൾ അച്ചടക്കം പാലിക്കാതെ പുറത്തിറങ്ങുന്നത്. ഇവർ പറയുന്ന അച്ചടക്കം പാലിക്കാതെ പുറത്തിറങ്ങുന്നത്. നിങ്ങൾ നീതി നടപ്പാക്കുമെന്ന് പറയണ്ടേ? ഞങ്ങൾ ഈ കൂട്ടത്തില് VD സതീശനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്ന് ഒരു സൂചനയെങ്കിലും കേന്ദ്ര നേതൃത്വം പറയണ്ടേ? നിങ്ങൾ തലയെണ്ണി ആളിനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഈ സീറ്റ് കൊടുക്കുകയും നിങ്ങളെ ഭീഷണിപ്പെടുത്തി, നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുകയും ചെയ്യുന്നവര് വേറെ നിവൃത്തിയില്ല. കാരണം ഇതിനെതിരെയാണ് ഇപ്പൊ പിണറായി വിജയനെതിരെ അവരുടെ പാർട്ടിക്കകത്ത് സംസാരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുകയും ഭീഷണിപ്പെടുത്തിയ ആൾക്കാരുടെ സംസാരശേഷി, പ്രതികരണശേഷി ഇല്ലാതാക്കുകയും ചെയ്തപ്പോഴാണ് ജനം പ്രതികരിക്കുന്നത്. നാച്ചുറലി നിങ്ങൾ MLA-മാർക്ക് പ്രതികരിക്കാൻ പേടി കാണും, സാധാരണക്കാരന് ഒരു പേടിയില്ല, കോൺഗ്രസ്സുകാരന് ഒരു ഭയവും ഇല്ല. അതുകൊണ്ടാണ് അവൻ തെരുവിലിറങ്ങുന്നത്. ഈ സംഘടനാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ താഴെ തെരുവിൽ നിൽക്കുന്ന ഒരു നേതാവിനെ, ഒരു സാധാരണക്കാരനെ എന്ത് ചെയ്യാൻ? അവന്റെ റേഷൻ മുട്ടിക്കുമോ? ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾക്കെതിരായിട്ട് വരുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എവിടെയാണ്? നിങ്ങൾ വീണ്ടും കടലിലേക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ വളർച്ച വീണ്ടും പടവലങ്ങ പോലെ ആകും. അതാണ് സ്ഥിതി വരുന്നത്. കേരളത്തിൽ 10 വർഷം തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടും 5000-ലധികം കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് അടി വാങ്ങി ജയിലിൽ കിടക്കുകയും അവർ ആശുപത്രിയിലാകുകയും ചെയ്തു. അവരെയൊക്കെ മറന്നുകൊണ്ടാണ് ഇവര് തെരുവിൽ അടി കൂടുകയും ഈ അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി കിടന്ന് കടിപിടി കൂട്ടുകയും ചെയ്തു. അല്ല, ഈ തെരുവിൽ അടി കൂടുക അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ആക്രമിക്കപ്പെടുന്നുണ്ട്. ഈ സമയത്തൊന്നും ഇല്ലാതിരുന്ന ആൾക്കാരാണ് ഈ KC വേണുഗോപാലൊക്കെ ഇപ്പൊ വന്ന് മുഖ്യമന്ത്രിയാവുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ACCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഉൾപ്പെടുന്നതല്ലേ ഹൈക്കമാൻഡ്. അപ്പൊ പിന്നെ ഈ ഹൈക്കമാൻഡിന്റെ ലോ കമാൻഡ് പരിപാടി, ലോ ക്ലാസ് പരിപാടിയുമാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങൾ നീതിയുക്തമായിട്ട് ഒരു കാര്യം നടപ്പാക്കണ്ടേ?
നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു കളി നടക്കുന്നത്, ഫുട്ബോൾ കളി നടക്കുന്നത്, 11 പേര് വീതമുള്ള 2 ടീമുകൾ കളത്തിലിറങ്ങി കളിക്കുന്നു, നിങ്ങൾ അതിനൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ? ഫൗൾ ചെയ്യരുത്, മറ്റേ ഓഫ് സൈഡിൽ കൂടെ ഗോൾ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിയമാവലി ഉണ്ടാക്കുന്നു. നിങ്ങൾ കളി പകുതിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കളി നിയമം മാറ്റുന്നു ഇല്ലേ? എവിടെയാണ് നിങ്ങൾ തുടക്കത്തിലെടുത്ത തീരുമാനം? എന്തായിരുന്നു? MP-മാരും മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞു. ആ തീരുമാനം നിൽക്കുന്നതിനിടയിൽ റിസൾട്ട് വരാറായി കഴിഞ്ഞപ്പോൾ നിയമം മാറ്റി ഒരാൾ വന്ന് MP ആകാൻ പാരച്യൂട്ട് നടത്തി വന്ന് MP ആകാൻ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു. അതിനെതിരാണ്, അത് പാടില്ല എന്നും ആ കളി നിയമത്തിനെതിരാണെന്നും പറയുന്നത്. അതിനകത്ത് എന്താ തെറ്റ്? അതിനെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. കോൺഗ്രസിനകത്ത് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അത് ഇവരുടെ ആരുടെ ഔദാര്യമല്ല. സാധാരണക്കാർ ആ തരത്തിൽ ഗാന്ധിജിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടിയാണ്. അവർ ചോദ്യം ചെയ്യട്ടെ. ജനങ്ങൾ ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് വോട്ട് തരാനും അതേപോലെ തന്നെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്ന വീരന്മാരായിരുന്നു ഇന്നലെ വരെ. ഇപ്പൊ അവർ പറയാ ചോദ്യം പാടില്ലെന്ന്. അതെന്ത് ന്യായം? നിങ്ങൾ പിണറായി വിജയൻ ഒരു പാർട്ടിയുടെ മീറ്റിങ്ങിനകത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്, സഖാവ് എനിക്കൊരു ചോദ്യം ഉണ്ടെന്ന്. ആ ചോദ്യം പറഞ്ഞപ്പോഴാണ് അയാൾ പറഞ്ഞത് നിങ്ങൾ അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അതേ വർത്തമാനമാണ് ഇപ്പൊ പറയുന്നത്. ഈ അച്ചടക്കമില്ലാത്ത പാർട്ടിയെ സൃഷ്ടിച്ചതാരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നേതാക്കന്മാരുടെ മുണ്ട് പറിച്ചുകൊണ്ട് പോകുന്നു. നേതാക്കന്മാരുടെ കൂടെ വരുന്നവർക്ക് അടി കൊടുക്കുന്നു ഇല്ലേ? ഇവിടെ 90കളുടെ തുടക്കത്തിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പാണ്, 92ലാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ തെരഞ്ഞെടുപ്പാണ്. അന്ന് പിന്നെ എറണാകുളത്ത് ഒരു INTUC നേതാവായ ശശിധരൻ എന്ന് പറയുന്ന ആളുടെ കാല് വെട്ടിയതാണ് പാർട്ടി ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗം. ഇനിയിപ്പോ എന്താണ് സംഭവം? ഇതിന് അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്? ഇനി അഥവാ ഭരണം കിട്ടിയെന്ന് വിചാരിക്കുക. ആർക്ക്? പിന്നെ KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വന്നെന്ന് വിചാരിച്ചു. നാളെ മുതൽ ഈ പാർട്ടിക്ക് അത് ഗ്രൂപ്പുകൾ തുടങ്ങും. ഇതുവരെ ഗ്രൂപ്പുകൾ ഇല്ലായിരുന്നു എന്നായിരുന്നു ഇവര് വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നാളെ മുതൽ ഇപ്പൊ തന്നെ ഗ്രൂപ്പ് ആയി കഴിഞ്ഞല്ലോ. രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ്, സതീശന്റെ ഗ്രൂപ്പ്, KC ഗ്രൂപ്പ് ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് സുഗമമായി ഭരണം നടത്താൻ പറ്റുമോ? ആ ഭരണം നടത്താത്ത സൃഷ്ടി കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആയി കഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ എനിക്ക് ഒരു വിയോജിപ്പുള്ള ഒരു കാര്യം വന്നത്, രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വഷളാകുന്നത് വരെ കാത്തിരുന്നത്? എന്തുകൊണ്ട് അദ്ദേഹം ബുദ്ധിപരമായ രീതിയിൽ ഒരു തീരുമാനം എടുക്കേണ്ടതല്ലേ? അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തിനെതിരായിട്ട് നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട സംഘടനാ സെക്രട്ടറി ഇത്തരത്തിൽ ഇങ്ങനെ ഓടിച്ചാടി വന്ന് ഇതിനകത്തേക്ക് ഇത് പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ പാടില്ല എന്ന് പറയണ്ടേ? അദ്ദേഹം അത് പറയാതിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറയണ്ടേ? ഇവരാരും പറയുന്നത്. ഇവരെല്ലാം ഇത് വഷളാക്കാനായിട്ട് നിൽക്കുകയാണ്. ഈ പാർട്ടിയിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ MP-മാര്, ഈ 100 MP-മാരിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ MP-മാര് കേരളത്തിൽ നിന്നാണ്. 18 പേരാണ് രാഹുൽ ഗാന്ധി പിന്നെ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി കൈ ഉയർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് 14 കോൺഗ്രസ്സുകാരും 4 ഘടകകക്ഷി നേതാക്കന്മാരും ഇവരോട് ചേർന്ന ഒരു മുന്നണിയിലാണല്ലോ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടുന്ന് 18% MP-മാരാണ് കിട്ടിയിരിക്കുന്നത്. 100 പേരുള്ളതിൽ 18 പേര് ഇവിടുന്നാണ് പോയിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിന് വിശാലമായ ഒരു അടിത്തറയുള്ള ഒരു സംസ്ഥാനത്ത് നിങ്ങളൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിങ്ങളത് തെരുവിലേക്ക് എത്തിച്ച് അതിനെ വഷളാക്കി തമ്മിലടിപ്പിച്ച് കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത്. നിങ്ങൾ എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സാധാരണക്കാരെ അല്ല പുറത്താക്കേണ്ടത്. ഈ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ചമഞ്ഞ അടക്കത്തോന്മാരുടെ പേരിലാണ് നടപടി എടുക്കുന്നത് ഇല്ലേ? ഇവിടെ മണ്ഡല സെക്രട്ടറിയും ബൂത്ത് സെക്രട്ടറിയും അച്ചടക്കത്തിന്റെ പേര് പറഞ്ഞ് പുറത്താക്കുന്ന അല്ലല്ലോ ന്യായം എന്ന് പറയുന്നത്. അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. അവരുദ്ദേശിക്കുന്ന നീതി നടപ്പാക്കാത്ത സമയത്താണ് അവർ പുറത്തിറങ്ങിയത്. നിങ്ങൾ അതിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോ ഈ നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി ഉപ്പ് വെച്ച കലം പോലെ ആയിപ്പോ. അല്ലെങ്കിൽ ഇനി ഇതിൽ അവശേഷിക്കുന്നില്ല. കാരണം ഒരു വശത്ത് CPM BJP അതിവേഗത്തിൽ കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. 6 നിയോജകമണ്ഡലങ്ങൾ അവർ 2ാം സ്ഥാനത്ത് വന്ന് 3 പേര് ഇപ്പോൾ ഓൾറെഡി നിയമസഭയിലായി കഴിഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ഇപ്പം ഒരു ഓൾട്ടർനേറ്റീവ് മാത്രമല്ല 2 ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പോൾ ജനങ്ങൾ വളരെ വാശിയോടുകൂടി വൈരാഗ്യത്തോടുകൂടി നിങ്ങൾക്കെതിരെ പെരുമാറുമെന്നുള്ള ബോധ്യം ഉണ്ടാവേണ്ടത്. ഇനി 5 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് മതി എന്നുള്ള വിചാരത്തിൽ അന്ന കസേര കയറിയതുകൊണ്ടാണ് ഈ വൃത്തികേട് കാണിക്കുന്നത്. നിങ്ങളെ ഇനി വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്, പഞ്ചായത്തിന്റെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ശിക്ഷിക്കും. അത് ഉറപ്പാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നാശത്തിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് അതിന്റെ സിഗ്നലുകളാണ് വന്നിരിക്കുന്നത് ഇല്ലേ? നമ്മൾ പറയത്തില്ലേ, ദുരന്തം വരുമ്പോൾ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ശബ്ദങ്ങൾ പുറപ്പെടുക. അതാണ് ഈ തെരുവിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എതിരെ വരാൻ പോകുന്ന അതിഭീകരമായ ദുരന്തത്തിലേക്കാണ് നിങ്ങൾ പോയി നടക്കുന്നു എന്നുള്ള കൃത്യം മെസ്സേജാണ് കേരളത്തിലെ ജനങ്ങൾ തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ പുലകുളി അടിയന്തരം കൂടി നടത്തേണ്ടി വരും.